ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് അസറ്റ് പ്ലസ്. ആ അസറ്റ് പ്ലസിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എൻ്റെയർ ആയിട്ട് അതിൻ്റെ ഫെസിലിറ്റീസും മറ്റുമൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അസറ്റ് പ്ലസ് ഇൻസ്റ്റാൾ ചെയ്ത എല്ലാവർക്കും ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ സേവനം ലഭിക്കുന്നതാണ്. ഒരുപക്ഷെ അവർ നിങ്ങളെ അങ്ങോട്ട് വന്ന് ശല്യപ്പെടുത്തില്ല, നിങ്ങൾക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കാം. അതെവിടെയാണ് എന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ഈ മുകളിൽ ഇതിപ്പോൾ എൻ്റെ ആപ്ലിക്കേഷനാണ്. ഇവിടെ നമ്മുടെ പേര് കാണാം കേട്ടോ. ഇനി നിങ്ങളുടെ ഫിനാൻഷ്യൽ എക്സ്പേർട്ടിനോട് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിലോ ചാറ്റ് ചെയ്യണമെങ്കിലോ ഇവിടെ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ മാനേജ്ഡ് ബൈ എന്ന ഭാഗത്ത് നിങ്ങളുടെ ഫിനാൻഷ്യൽ എക്സ്പേർട്ടിൻ്റെ ഡീറ്റെയിൽ കാണും. ഇതിലെ ഈ ഒരു ഡ്രോപ്പ് ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ കിട്ടും. ഐ ആം എ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ എക്സ്പേർട്ട് ഓൺ മ്യൂച്വൽ ഫണ്ട്സ്, NPS ആൻഡ് ഫിക്സഡ് ഡിപ്പോസിറ്റ്സ്. By tailoring a portfolio to your specific needs, my goal is to put you on the path to financial well-being. Connect with me to more about how you can better manage your finances. പിന്നെ എൻ്റെ പേര്, ലൈസൻസ് നമ്പർ, ഫോൺ നമ്പർ, ഇമെയിൽ ID. ഒരുപാട് ഫോൺ കോൾസ് വരുന്നുള്ളതുകൊണ്ട് വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം ഓൺ ടൈമിൽ ചിലപ്പോൾ കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് വാട്സപ്പ് ചെയ്യാം, നിങ്ങൾക്കവിടെ റിപ്ലൈ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഫെസിലിറ്റി നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടിൻ്റെ സേവനം തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് മെയിൻ പേജിലേക്ക് പോവാം. ഈ ഒരു ഭാഗത്ത് നമുക്കിവിടെ ഒരു കാർട്ട് കാണാൻ പറ്റും. ഒരു ബാസ്ക്കറ്റ്, ഒരു ട്രോളി പോലത്തെ ഒരു സംഭവം കാണാൻ പറ്റും. ഇതിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടോ വാച്ച് ലിസ്റ്റിലേക്കോ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലേക്ക് നിങ്ങൾ സ്വന്തം ആഡ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത്ര ക്യാഷ് ഉണ്ട്, ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെയൊക്കെ അലോക്കേറ്റ് ചെയ്യണം, എത്ര നാളത്തേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, അങ്ങനെ എൻ്റെയർ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ എക്സ്പെർട്ട് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സജസ്റ്റ് ചെയ്ത് ഈ കാർട്ടിൽ ആഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ആ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടാവും. പേ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് അത് താഴെ കാണും. നിങ്ങൾക്ക് പേയ്മെൻറ്റ് നേരിട്ട് നടത്താവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ ഈ രണ്ട് ഓപ്ഷൻസ് ഉപയോഗിച്ചിട്ട് മ്യൂച്വൽ ഫണ്ട് സെർച്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ രണ്ട് ഓപ്ഷൻസ്, ഓൾ മ്യൂച്വൽ ഫണ്ട്സ്, ടോപ്പ് മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ പറയുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ഡിസ്കസ് ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ടോപ്പ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കാറ്റഗറിയിലുള്ള ടോപ്പ് മ്യൂച്വൽ ഫണ്ട്സ് ഏതൊരാൾക്കും ഈസി ആയിട്ട് ലഭിക്കുന്നതാണ്. ഫ്ലെക്സി ക്യാപ്പിലെ മ്യൂച്വൽ ഫണ്ട്, ടോപ്പ് മ്യൂച്വൽ ഫണ്ട്സ് വേണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് ഫ്ലെക്സി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട്സ് ഇവിടെ ലഭിക്കുന്നതാണ്. ഓരോ ഫണ്ടിൻ്റെയും CAGRും കാര്യങ്ങളൊക്കെ ഇവിടെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഫണ്ട് എത്ര നാളത്തെ ഇൻവെസ്റ്റ്മെൻറ്റിനാണ് അനുയോജ്യം. 5 വർഷത്തിന് മുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് ഫ്ലെക്സി ക്യാപ്പ് അനുയോജ്യമാണ്. പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വിവരണവും പിന്നെ ടോപ്പ് ഫണ്ട്സും CAGR 3 വർഷത്തെ CAGR വെച്ചിട്ടുള്ള ഒരു റിട്ടേണും കാര്യങ്ങളും അടക്കം നമുക്ക് കാണാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ആ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാവുന്നതാണ്. ഇതിലിപ്പോൾ 3 വർഷത്തിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകിയിട്ടുള്ള HDFCയുടെ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടാണ്. അതുപോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള പരാഗ് പെരി ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. HDFCയുടെ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം, ഇത് 10 രൂപയിൽ തുടങ്ങിയിട്ട് ഈ ഒരു ഫണ്ടിൻ്റെ NAV എന്ന് പറയുന്നത് 2077 രൂപയാണ്. അതായത് 1995 ഈ ഫണ്ട് രൂപം കൊള്ളുന്നത്. ഇതിപ്പോൾ 2025, 30 വർഷമായി. 30 വർഷം കൊണ്ട് 200 ഇരട്ടി ഈ ഫണ്ട് വളർന്നിട്ടുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 2000% റിട്ടേൺ. ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പെർഫോമൻസ് ക്ലിക്ക് ചെയ്താൽ 3 വർഷത്തെയും 5 വർഷത്തെയും 7 വർഷത്തെയും CAGR പെർ ഇയർ ഉള്ള റിട്ടേൺ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിലുള്ള റിട്ടേൺ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ചിലയിടത്ത് നെഗറ്റീവും ചിലയിടത്ത് പോസിറ്റീവും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 2008 ക്രാഷിലൊക്കെ 50% ഈ ഫണ്ട് ഇടിഞ്ഞത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതെല്ലാം അതിജീവിച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞ റിട്ടേണിലേക്ക് വന്നിട്ടുള്ളത്. കാൽക്കുലേറ്റർ വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കാൽക്കുലേറ്റർ ലഭിക്കുന്നതാണ്. ലംസമാണോ SIP ആണോ എന്നുള്ളത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം തീരുമാനിക്കാവുന്നതാണ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നാൾ കൊണ്ട് എത്ര രൂപയാകും എന്നുള്ള കാൽക്കുലേഷൻസൊക്കെ ഇവിടെ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ SIP മന്ത്ലി 5000 രൂപ വെച്ച് SIP ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ആനുവൽ റിട്ടേൺ നമുക്കിവിടെ ഇങ്ങനെ കൂട്ടാനായിട്ട് സാധിക്കും. ഒരു 13% ആനുവൽ റിട്ടേൺ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ 3 വർഷം കൊണ്ട് എത്ര രൂപയാകുന്നു എന്നുള്ളത് നമുക്കിവിടെ മുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമുക്കിങ്ങനെ കൂട്ടി എത്ര വർഷത്തേക്ക് വേണമെങ്കിലും കൂട്ടാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ 60 വർഷത്തേക്കൊക്കെ ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ട്. 95 കോടിയാണ്, വെറുതെ കൂട്ടിയതാണ്. ഇങ്ങനെ കൂട്ടി കുറച്ച്
വർഷങ്ങൾ നമുക്ക് കൂട്ടി കുറയ്ക്കാൻ പറ്റും. പേഴ്സൻറ്റേജ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് നമുക്കിവിടെ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അതനുസരിച്ച് മുകളിൽ വാല്യൂ മാറുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോ ഫണ്ടിനും ഈ ഒരു കാൽക്കുലേറ്റർ അവൈലബിൾ ആണ്. ഇപ്പോൾ ഫ്രാങ്ക്ലിൻ്റെ ഫ്ലെക്സി ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാൽക്കുലേറ്റർ കാണാൻ സാധിക്കും. ഇതനുസരിച്ച് സ്വന്തമായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ കാർട്ടിൽ പോയിട്ട് എടുത്താണ്. അപ്പോൾ ഈ ടോപ്പ് മ്യൂച്വൽ ഫണ്ടിൽ ഒരുപാട് പഠിക്കാനും കൂടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു വീഡിയോ സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പല ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലെ ഏറ്റവും റിസ്ക് കുറഞ്ഞിട്ടുള്ള ഫണ്ട്സ് അത് പലർക്കും അറിയില്ല, പലരും ഉപയോഗിക്കുന്നില്ല. ഈ കാണുന്ന ഫണ്ടുകളൊക്കെ അതിന് ഉദാഹരണമാണ്. അൾട്രാ ഷോർട്ട് ടൈം, ലിക്വിഡ് ഫണ്ട്, ആർബിട്രേജ്, ബാങ്കിങ് ആൻഡ് PSU, കോർപ്പറേറ്റ് ബാങ്ക് ബോണ്ട്, ഓവർനൈറ്റ്. അപ്പോൾ ഇത്രയും ഫണ്ടുകൾ നമുക്ക് ലോസ് വരാൻ സാധ്യതയില്ലാത്ത ഫണ്ടുകളാണ്, അല്ലെങ്കിൽ ലോസ് വളരെ കുറഞ്ഞ ഫണ്ടുകളാണ്. അപ്പോൾ ഇതൊക്കെ വിശദമായിട്ട് പഠിക്കുക കേട്ടോ. ഈവൻ FD ഇടുന്നതിന് പകരം പോലും നമുക്ക് ഈ ഫണ്ടുകൾ ഉപയോഗിക്കാവുന്നതാണ്. STP ചെയ്യാനായിട്ട് വളരെ അനുയോജ്യമായിട്ടുള്ള ഫണ്ടുകളാണിത്. ഞാൻ ഒരു STP ഇങ്ങനെ ചെയ്യുന്നുണ്ട്, കാണിച്ചു തരാം. അതുപോലെ നമുക്ക് വലിയൊരു കോർപ്പസ് ആയതിനു ശേഷം SWP ചെയ്യുന്നതിന് മുമ്പ് ഈ ഫണ്ടുകളിലേക്ക് മണി പാർക്ക് ചെയ്ത്, കാരണം റിസ്ക് വളരെ കുറഞ്ഞാണല്ലോ, പിന്നീട് കുറയാൻ സാധ്യതയില്ലാത്ത ഫണ്ടുകളാണ്. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതാണ് 1 ഇയർ ഗ്രാഫ്. മാർക്കറ്റിൽ ഇത്രയും കറക്ഷനും കാര്യങ്ങളും ഉണ്ടായിട്ട് ഈ സാധനം താഴേക്ക് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഫണ്ടുകളാണ് ഈ അൾട്രാ ഷോർട്ട് ടൈം തൊട്ട് താഴേക്കുള്ള ഫണ്ടുകൾ കേട്ടോ. സേവിങ് ബാങ്കിലൊക്കെ വെറുതെ ഐഡിയലായിട്ട് കിടക്കുന്ന പൈസ എടുത്തിട്ട് ഈ ഫണ്ടിൽ ഇടാൻ പറ്റും. അതുപോലെ തന്നെ വിഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് കിട്ടുകയും ചെയ്യും. ലിക്വിഡ് ഫണ്ടിൻ്റെ ഒക്കെ പ്രത്യേകത അതാണ്. ഇനി നമുക്ക് വീണ്ടും ഒന്ന് ബാക്ക് അടിച്ചിട്ട് പോകാം. കാർട്ടിന് വീണ്ടും ആവശ്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ ഫിനാൻഷ്യൽ എക്സ്പെർട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് ഇവിടെ ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അത് വാട്സപ്പിലോ മറ്റോ ഒക്കെ നിങ്ങളുടെ എക്സ്പെർട്ടിനോട് പറഞ്ഞാൽ മതി, അവരത് ചെയ്തു തരും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെയും NPSൻ്റെയും ബട്ടൺസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്കതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ FD നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള FD ലഭിക്കുന്ന കമ്പനികൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഹൈ സേഫ്റ്റി ആൻഡ് ലോ റിസ്ക് എന്നിവിടെ കാണാൻ പറ്റും. FDക്ക് താല്പര്യമുണ്ടെങ്കിൽ അതായത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി NPS ആണ്, നാഷണൽ പെൻഷൻ സ്കീം. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ സ്കീമാണ്, അഷ്വേർഡ് പെൻഷനാണ്, ടാക്സ് ബെനിഫിറ്റും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ വർഷത്തെ റിട്ടേൺസ് നമുക്കിവിടെ കാണാൻ പറ്റും. CAGR ആണ് കേട്ടോ, പെർ ഇയർ കിട്ടിയിരിക്കുന്ന റിട്ടേൺ കാര്യങ്ങളാണ് കാണാൻ പറ്റുക. 5 വർഷമൊക്കെ 26% ഒക്കെ റിട്ടേൺ മിക്ക പെൻഷൻ സ്കീമിനും കാണാം. SBIയുടെ ഒക്കെ പെൻഷൻ ഫണ്ടിന് 23%, 5 വർഷത്തെയാണ് കേട്ടോ. എന്നാൽ ഒരു വർഷത്തേത് നെഗറ്റീവ് നമുക്കിവിടെ കാണാം. 3 വർഷത്തേത് 9.6 നമുക്കിവിടെ കാണാൻ പറ്റും. ബിർള സൺ ലൈഫ് പെൻഷൻ ഫണ്ട് ലിമിറ്റഡ്, HDFCയുടെ പെൻഷൻ മാനേജ്മെൻറ്റ് കമ്പനി ലിമിറ്റഡ്, LICയുടെ പെൻഷൻ ഫണ്ട്, ICICI പ്രുഡൻഷ്യൻ്റെ പെൻഷൻ ഫണ്ട്, കൊട്ടക് മഹീന്ദ്ര, അങ്ങനെ ഓരോന്നും കാണാൻ പറ്റും. ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നേരെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു 3 വിൻഡോയും വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞിട്ട് മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള തുക, അത് ഈ ഭാഗത്താണ്. നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഉള്ള മ്യൂച്വൽ ഫണ്ട് വാല്യൂ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഉയർച്ച, ഇത് ഒരു ദിവസം ഉയർച്ചയാണ്. വർക്കിംഗ് ഡേ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഉയർച്ചയോ താഴ്ചയോ ഇവിടെ കാണാൻ പറ്റും. മാർക്കറ്റ് ഉയർന്നതായതുകൊണ്ട് 100 പോയിൻറ്റിൻ്റെ ഒരു ഉയർച്ച മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർട്ട്ഫോളിയോയിൽ 8,800 രൂപയുടെ ഉയർച്ച ഉണ്ടായത് നമുക്കിവിടെ കാണാൻ പറ്റും. മൊത്തം ഇൻവെസ്റ്റ് ചെയ്ത തുകയും ഇപ്പോഴുള്ള ടോട്ടൽ എന്ന് പറയുന്ന ഭാഗത്ത് ഇപ്പോഴുള്ള വാല്യൂവും, അതിൻ്റെ താഴെ ഗ്രോത്ത് ആനുവലൈസ്ഡ്, അതായത് XIRR റിട്ടേണും നമുക്കിവിടെ കാണാൻ പറ്റും. XIR എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓരോ വർഷവും നമുക്ക് ലഭിക്കുന്ന റിട്ടേൺ, അത് എത്ര % ആണെന്ന് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ താഴെ നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മ്യൂച്വൽ ഫണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ കാണാൻ പറ്റും. ഈ ഡീറ്റെയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ഈ താഴെ കൺസൾട്ട് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇവിടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും എനിക്ക് കിട്ടും കേട്ടോ. ഈ കൺസൾട്ടിൽ മെസ്സേജ് അയച്ചാലും കിട്ടും. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ചാറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. 10 മണി തൊട്ട് 6 മണി വരെയാണ് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ചാറ്റ് ചെയ്യാം. ചാറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഞാനെന്തെങ്കിലും NFOനെ പറ്റിയോ മറ്റോ ഡീറ്റെയിൽ അയക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കിട്ടും, ഈ വിൻഡോയിൽ കിട്ടും. ഒരുപാട് പേര് ഉപയോഗിക്കാത്ത ഒരു വിൻഡോയാണ്. അപ്പോൾ എന്നോട് ചാറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ഒരു മെസ്സേജ് അയച്ച് കാര്യങ്ങൾ അയച്ചാൽ മതി. ഹൈ മെസ്സേജ് വേണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഹൈ അയച്ചതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ആ സെൻഡ് കൊടുക്കാം. അപ്പോൾ ആ മെസ്സേജ് എനിക്ക് കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. വാട്സപ്പ് നമ്പർ എടുക്കും, നമ്മൾ ആദ്യമേ കാണിച്ചിട്ടുണ്ട്. അതും ഉപയോഗിക്കാം, ഇതും ഉപയോഗിക്കാം.
ഇപ്പോൾ നമ്മളിവിടെ വന്ന് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം എല്ലാ ഡീറ്റെയിലും ഇപ്പോൾ റിഡീം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാ ഡീറ്റെയിലും നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ FAQ ഉപയോഗിക്കാവുന്നതാണ്. കാരണം മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ടും SIPനെ പറ്റിയിട്ടും ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ടും റിസ്ക്, അസറ്റ് പ്ലസ് എന്താണ് അതിൻ്റെ സർവീസുകൾ, കാര്യങ്ങൾ, ചാർജസ്, ഇതെല്ലാം. ചാർജുകളൊന്നുമില്ല കേട്ടോ, എൻറ്റയർലി ഫ്രീ ആണ്. അതുപോലെ തന്നെ മറ്റൊരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് ഇൻവെസ്റ്റിംഗ് എന്നും എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്നും എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യാവുന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിലിങ്ങനെ വായിക്കാവുന്നതാണ്. അപ്പോൾ അത് കൂടുതൽ വായിച്ച് നോക്കുക. ആർട്ടിക്കിൾസ് അവൈലബിൾ ആണ്, അത് വായിക്കാം. വീഡിയോസ് അവൈലബിൾ ആണ്, അത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ കൺസൾട്ട് എന്ന് പറയുന്ന ഭാഗത്ത് വന്നപ്പോൾ കണ്ടതാണ്. അതുപോലെ എങ്ങനെ വിഡ്രോ ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഇൻഷുറൻസ് താല്പര്യമുണ്ടെങ്കിൽ ഇതെല്ലാവരും ട്രൈ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം കമ്പയർ ചെയ്യാനെങ്കിലും നിങ്ങൾക്ക് സാധിക്കും, വാങ്ങാനും സാധിക്കും, കമ്പയർ ചെയ്യാനും സാധിക്കും. അപ്പോൾ ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ഉണ്ട്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ വായിച്ച് നോക്കാവുന്നതാണ്. പിന്നെ അതിന് വേറെ ഒരു വിൻഡോ തന്നെയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ താഴെ കൺസൾട്ട് എന്ന് പറയുന്ന ഭാഗത്ത് വന്നപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റി. ഇനി ഞാനിവിടെ ഇൻവെസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത്, ഇവിടെയാണ് നമ്മൾ സാധാരണ നിന്നുകൊണ്ടിരുന്നത് കേട്ടോ. കണ്ടോ, ഇൻവെസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്താണ് നിന്നുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഈ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നടുക്കത്തെ ബട്ടൺ, ഇവിടെ ഒരുപാട് ഇൻഷുറൻസ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് വാങ്ങണമെങ്കിൽ അത് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ സാധിക്കും. അതായത് ഇവിടെ വാങ്ങിയ ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കും. കോൾ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിവാബൂപ്പയുടെ അടക്കം ഇൻഷുറൻസ് ഇവിടെ അവൈലബിൾ ആണ്. സ്റ്റാർ ഹെൽത്ത്, നിവാബൂപ്പ, മറ്റു കാര്യങ്ങൾ, പോർട്ടലും അതുപോലെ തന്നെ ക്ലെയിം ഫോമും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനൊന്ന് ബാക്ക് പോന്നു. പുതിയ പോളിസി വാങ്ങണമെങ്കിൽ ഇതിപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ വിൻഡോയാണ്. താഴെ ടേം ഇൻഷുറൻസിൻ്റെ വിൻഡോ ഉണ്ട്. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ വിൻഡോയിൽ ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽ കൊടുക്കണം. അപ്പോൾ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നത്, സെൽഫാണോ, സ്പൗസിന് വേണ്ടിയിട്ടാണോ, ചിൽഡ്രന് വേണ്ടിയിട്ടാണോ, പേരൻറ്റ് ഇൻലോസ്, അതായത് ഇവർക്കെല്ലാം കൂടെ വേണ്ടിയിട്ടാണോ, പിന്നെ പിൻകോഡ് കൊടുക്കണം, പിന്നെ കണ്ടിന്യൂ കൊടുക്കണം. അപ്പോൾ എത്ര രൂപയാകുമെന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ ലഭിക്കുന്നതാണ്. ഇനി കമ്പയർ പോളിസീസ് നമുക്കിവിടെ കമ്പയർ ചെയ്യാൻ പറ്റും. നിവാബൂപ്പയുടെ ഉണ്ട്, കെയർ സുപ്രീമിൻ്റെ ഉണ്ട്, ഒപ്റ്റിമ സെക്യൂറിൻ്റെ ഉണ്ട്, സ്റ്റാർ ഹെൽത്തിൻ്റെ കോംപ്രഹെൻസീവ് ഉണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും ഇപ്പോൾ നിവാബൂപ്പയും സ്റ്റാർ ഹെൽത്തിൻ്റെയും കമ്പയർ ചെയ്യണമെങ്കിൽ ഇവിടെ കമ്പയർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. രണ്ടും കമ്പയർ ചെയ്തിട്ട് ഫുൾ ഡീറ്റെയിൽ ലഭിക്കുന്നതാണ്. സ്റ്റാർ കോംപ്രഹെൻസീവിൽ 14,000-ൽ കൂടുതൽ ഹോസ്പിറ്റൽസ് ഉണ്ട്. നിവാബൂപ്പയിൽ 9,778 പ്ലസ് ഹോസ്പിറ്റൽസാണ് ഉള്ളത്. ക്ലൈം സെറ്റിൽമെൻറ്റ് റേഷ്യോ നിവാബൂപ്പയിൽ 95%, എന്നാൽ സ്റ്റാർ കോംപ്രഹെൻസീവിൽ 99.21% ഉണ്ട്. റൂം റെൻറ്റ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ, കോ പേയ്മെൻ്റ് ഉണ്ടോ ഇല്ലയോ, ആയുഷ് എന്ന് പറഞ്ഞാൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റാണ്, അതുണ്ടോ ഇല്ലയോ, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ കാണാവുന്നതാണ്. നിങ്ങൾക്ക് തന്നെ അത് ചെക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പോയത് കമ്പയർ പോളിസീസിലാണ്. ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ അവിടെ നിന്ന് മാറി വീണ്ടും ഇൻവെസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് എത്തി. നമ്മൾ ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു 3 വിൻഡോയിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഒന്ന് ഇക്വിറ്റി, എത്ര ശതമാനം ഇക്വിറ്റിയിൽ ചെയ്തിട്ടുണ്ട്, 65% ചെയ്തിട്ടുണ്ട്. ഡെപ്റ്റിൽ എത്ര ശതമാനം, 22.8%. ഹൈബ്രിഡിൽ എത്ര ശതമാനം, 12.1%. ആ ഡീറ്റെയിൽ മുകളിൽ കാണാവുന്നതാണ്. ഇനി ഓൾ ഫണ്ട്സ് എന്ന് പറയുന്ന ഭാഗത്ത് ആണ് ഓട്ടോമാറ്റിക്കലി നിൽക്കുക. അപ്പോൾ അതിൽ അസറ്റ് പ്ലസ്സിൽ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റും അസറ്റ് പ്ലസ്സിന് പുറത്ത് ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റും ഇവിടെ അവൈലബിൾ ആണ്, ഇവിടെ കാണാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ട്രാക്ക് ഔട്ട്സൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ബട്ടണുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ഇമെയിൽ ഏതാണോ ആ ഇമെയിൽ ഇവിടെ കൊടുക്കുന്നു. അതുകൂടാതെ മാനുവൽ ഇമ്പോർട്ട് ഉണ്ട്, പക്ഷേ ഇമെയിൽ കൊടുക്കുന്നതാണ് നല്ലത്. അസറ്റ് പ്ലസ്സിന് പുറത്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും അല്ലേ. എനിക്കൊരു 4-5 സ്ഥലത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് പുറത്ത്. അപ്പോൾ അവിടെ എല്ലാം കൊടുത്തിരിക്കുന്ന ഈ ഇമെയിൽ തന്നെയാണ്, ഒരു ഇമെയിൽ തന്നെയാണ്. അതുകൊണ്ട് ആ ഇമെയിൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ അക്കൗണ്ട് എടുത്ത് കഴിയുമ്പോൾ ഈ ഇമെയിൽ ഇവിടെ വരും. നേരെ ഇമ്പോർട്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ അസറ്റ് പ്ലസ്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതായത് അതിൻ്റെ ഡേറ്റ ഇവിടെ കാണാൻ പറ്റും. ഇനിയിപ്പം മ്യൂച്വൽ ഫണ്ട് തന്നെ മൊത്തം മ്യൂച്വൽ ഫണ്ടും അസറ്റ് പ്ലസ്സിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. ഞാനൊരു ഫോം അയച്ചു തരും.
ആ ഫോമിൽ ഒപ്പിട്ടിട്ട് തിരിച്ച് അയച്ചാൽ മതി. അത് പോസ്റ്റലായിട്ട് അയക്കണം, കൊറിയറോ അല്ലെങ്കിൽ പോസ്റ്റലോ ആയിട്ട് അയച്ചാൽ മതി. അത് ഞാനും കൂടെ ഫില്ല് ചെയ്തിട്ട് ഹെഡ് ഓഫീസിലേക്ക് പോകും. അങ്ങനെ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ, 2-3 ആഴ്ചകൾക്കുള്ളിൽ നിങ്ങളുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും, പുറത്തുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും അസറ്റ് പ്ലസിലേക്ക് വരുന്നതാണ്. ഇതിപ്പോൾ ഓൺലി ഡേറ്റ മാത്രമാണ് വരുന്നത്. ഈ ഡേറ്റ ഇവിടെ വന്നാൽ പോലും നമുക്ക് പുറത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ അസറ്റ് പ്ലസിൽ കൂടെ വിൽക്കാനൊക്കെ സാധിക്കും കേട്ടോ. ഇനി വീണ്ടും നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ വയ ആപ്പ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അസറ്റ് പ്ലസിൽ മാത്രം ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ ടോട്ടൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ 22,41,000 ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇത് അസറ്റ് പ്ലസിൽ മാത്രം ചെയ്തിരിക്കുന്നതാണ്. ഇനി ഈ ട്രാക്കർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അസറ്റ് പ്ലസിന് പുറത്ത് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ 12,42,000 എന്നിവിടെ കാണാൻ പറ്റും. അത് ടോട്ടലായിട്ടാണ് ഈ ഒരു ഓൾ ഫണ്ടിൽ കാണാൻ പറ്റുക. ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒന്നും കൂടി ഒന്ന് സിങ്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് സിങ്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു OTP വരികയും OTP എൻ്റർ ചെയ്ത് അങ്ങനെ സിങ്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ താഴേക്ക് പോകുമ്പോൾ മൈ ഹോൾഡിങ്സ് എന്ന് പറയുന്ന ഭാഗത്ത് എത്ര മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ 84 മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. ഇനി മൈ SIPs, എനിക്ക് എത്ര SIPs അസറ്റ് പ്ലസിലുണ്ട്. ഇത് അസറ്റ് പ്ലസിലുള്ള SIPs ആണ്, പുറത്തുള്ള SIPs അല്ല. അത് 8 എണ്ണം ഉണ്ട് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ ഡെയിലി SIP ഉണ്ട്, മന്ത്ലി SIP ഉണ്ട്. ഇനി STP ആണ്, സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ. ഇത് നമ്മളൊരു റിസ്ക് കുറഞ്ഞ ഫണ്ടിൽ ഒരു വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിസ്ക് കൂടിയ ഫണ്ടിലേക്ക് ഡെയിലി വൈസിലോ വീക്ക്ലി വൈസിലോ മന്ത്ലി വൈസിലോ ചെറിയ എമൗണ്ടുകളായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെ ഒരു നമ്മൾ SIP ചെയ്യൂലേ. പക്ഷേ SIP ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പൈസ പോകുന്നത്. ഈ STP ചെയ്യുമ്പോൾ ഒരു ഫണ്ടിൽ നിന്ന് മറ്റൊരു ഫണ്ടിലേക്കാണ് പൈസ പോകുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ വലിയൊരു പൈസയുണ്ട്. ഒറ്റയടിക്ക് ഹൈ റിസ്ക് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് വളരെ കൂടുതലാണ്. അത് ഒഴിവാക്കാനായിട്ട് റിസ്ക് കുറഞ്ഞ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ ഏതാണ്ട് ഒരു FDD ഒരു റിട്ടേൺ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും ഒരു നിശ്ചയ തുക വെച്ച് SIP പോലെ ഒരു റിസ്ക് കൂടിയ ഫണ്ടിലേക്ക് പോകുന്നു. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ്. നമ്മുടെ ഒരുപാട് ക്ലയൻറ്റ്സ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒരെണ്ണത്തിൽ ഇത് ചെയ്യുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്കിവിടെ കിട്ടുന്നതാണ്. കണ്ടില്ലേ, നിപ്പോൺ ഇന്ത്യയുടെ കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടിൽ നിന്ന് നിപ്പോൺ ഇന്ത്യയുടെ Nifty 500 മൊമെൻറ്റം 50 ഇൻഡെക്സ് ഫണ്ടിലേക്ക് ഒരു STP പോകുന്നുണ്ട്. ഡെയിലി STP ആണ്, 500 രൂപ വെച്ചിട്ടാണ് ഡെയിലി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിനെപ്പറ്റി അധികം അറിയില്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെർട്ടിനോട് തന്നെ സംസാരിച്ച് ഡിസൈഡ് ചെയ്യാവുന്നതാണ് ഏതൊക്കെ ഫണ്ടുകൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് ബട്ടൺസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓൾ മ്യൂച്വൽ ഫണ്ട് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് ഏതൊക്കെ മ്യൂച്വൽ ഫണ്ട് വേണമെന്നുള്ളത്. അപ്പോൾ ഈ സെർച്ച് ചെയ്തതിന് മുമ്പ് ഈ ഫിൽറ്റർ ഓപ്ഷനിൽ എന്തൊക്കെയാണോ ഉള്ളതെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഫിൽറ്റർ ഓപ്ഷനിൽ ഡിഫാൾട്ടായിട്ട് തന്നെ ഫണ്ട് ടൈപ്പ് വന്നിട്ടുണ്ട്. അത് ഗ്രോത്തിൽ കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ, അതിന് വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് റീസെറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ ഞാൻ ഒന്നും കൂടി എടുത്തു, ഈ മുകളിൽ റീസെറ്റ് ചെയ്തിട്ട് ഒഴിവാക്കാവുന്നതാണ്. ഇത് ഞാൻ ഒഴിവാക്കുന്നില്ല, ഗ്രോത്ത് ഫണ്ട് മതി, അതുകൊണ്ട് അത് അവിടെ കിടന്നോട്ടെ. 1704 സ്കീമുകൾ, അതായത് 4 മ്യൂച്വൽ ഫണ്ടുകളുണ്ട് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. കമ്പയർ ചെയ്യാൻ ഇവിടെ പറ്റും. ഈ 3 വർഷം എന്നുള്ളത് 5 വർഷമാക്കാനും 7 വർഷമാക്കാനും, അപ്പോൾ അതിൽ കിട്ടുന്ന CAGR കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ NFOs എന്ന് പറയുന്ന ഭാഗമുണ്ട്. പുതിയ ഫണ്ടുകൾ 10 രൂപയ്ക്ക് ലഭിക്കുന്ന പുതിയ ഫണ്ടുകൾ വരുന്ന അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഈ ഒരു NFOയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫണ്ടുകൾ ഇതിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ NFOയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുതിയ ഫണ്ടുകളായിരിക്കും. അപ്പോൾ പുതിയ തീമുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. ഇത് NFO പീരീഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് 10 രൂപയ്ക്കായിരിക്കും. യൂണിറ്റ് 10 രൂപയ്ക്കായിരിക്കും ലഭിക്കുന്നത്. നേരത്തെ HDFCയുടെ കാര്യം പറഞ്ഞില്ലേ, 10 രൂപയുള്ളത് ഇപ്പോൾ 2000-ന് മുകളിലാണ് പ്രൈസ്. അപ്പോൾ അങ്ങനെ 10 രൂപ ഉണ്ട് എന്ന് കരുതി വലിയ ബെനിഫിറ്റായിട്ട് ഞാൻ പറയുന്നതല്ല, പുതിയ ഫണ്ട് എന്ന് കരുതിയാൽ മതി. അത് സാധാരണ 10 രൂപയ്ക്കാണ് ലിസ്റ്റ് ചെയ്യുന്നത്. ലിസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യാം. പക്ഷേ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 10 രൂപയ്ക്കാണ് കിട്ടുക. അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ നേട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. നല്ല നല്ല ഫണ്ടുകളാണെങ്കിൽ മാത്രം അത് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. 10 രൂപയ്ക്ക് കിട്ടുമെന്ന് കരുതിയിട്ട് കയറ്റിറക്കങ്ങളൊക്കെ അതേ കാറ്റഗറിയിലുള്ള മറ്റു ഫണ്ടുകളെ ഇതിനെയൊക്കെ ഒരേപോലെ തന്നെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് വീണ്ടും ഒന്ന് ബാക്ക് അടിക്കാം. ഓൾ മ്യൂച്വൽ ഫണ്ട്സും ടോപ്പ് മ്യൂച്വൽ ഫണ്ട്സും ഉപയോഗിച്ചിട്ട് നമുക്ക് ഫണ്ടുകൾ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഫണ്ട് സെലക്ഷൻ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ ന്യൂ ഫണ്ട് ഓഫർ, ഇത് നമ്മളിപ്പോൾ കണ്ടത് തന്നെയാണ്. NFO തന്നെയാണ് ന്യൂ ഫണ്ട് ഓഫർ.
അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ പറ്റിയിട്ട് ഇപ്പോൾ ട്രാക്ക് ഔട്ട്സൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കണ്ടതാണ്. കമ്പയർ മ്യൂച്വൽ ഫണ്ടുകൾ കമ്പയർ ചെയ്യാനായിട്ട് ഈ വിൻഡോ ഉപയോഗിക്കാം. ഇപ്പോൾ കോണ്ടിൻ്റെ സ്മോൾ ക്യാപ്പും മറ്റൊരു സ്മോൾ ക്യാപ്പും കമ്പയർ ചെയ്യണമെങ്കിൽ ഇവിടെ കോണ്ടിൻ്റെ സ്മോൾ ക്യാപ്പ് ആഡ് ടു കമ്പയർ. ഇനിയിപ്പോൾ ഒരു നിപ്പോൺ ഇന്ത്യയുടെ സ്മോൾ ക്യാപ്പ്, നിപ്പോൺ ഇന്ത്യയുടെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 ഇൻഡെക്സ് ഫണ്ടാണ് കിട്ടിയത്. അപ്പോൾ അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡ് ടു കമ്പയർ കൊടുക്കാം. അപ്പോൾ 2 മ്യൂച്വൽ ഫണ്ടുകൾ ഇവിടെ ആഡായത് കാണാൻ പറ്റും. ഇനി ഡീറ്റെയിൽഡ് കമ്പാരിസൺ നമുക്കിവിടെ കിട്ടുന്നതാണ്. റിസ്ക്, NAV, 3 ഇയർ, 5 ഇയർ, 7 ഇയർ ഗ്രോത്ത് കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ്. ഗ്രാഫ്, ഓവർവ്യൂ, ഹോൾഡിംഗ് അനാലിസിസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ് ഇവിടെ. അത് ഡീറ്റെയിൽ ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോകുന്ന SIPs കാര്യങ്ങൾ എല്ലാം ട്രാൻസാക്ഷൻസ് ആ കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നതാണ്. നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഫുൾ ഡേറ്റ ഇവിടെ ഉണ്ടാവും. എനിക്ക് ഡെയിലി SIPs പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ റെഡ് കളറിൽ കാണുന്ന STP ആണ് കേട്ടോ. നിപ്പോൺ ഇന്ത്യയുടെ കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടിൽ നിന്ന് മൊമെൻ്റം ഫണ്ടിലേക്ക് പോകുന്ന കണ്ടോ. ഇവിടെ 500 രൂപ പോയി സ്വിച്ച്ഡ് ഔട്ട്, ഇവിടെ സ്വിച്ച്ഡ് ഇൻ, ഇവിടെ കയറി. അപ്പോൾ ഓരോ ഡേറ്റിൽ നമുക്കത് കാണാൻ പറ്റും. മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പം സിംഗിളായിട്ട് ലംസോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് എൻ്റയർ ട്രാൻസാക്ഷൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തും വിഡ്രോ ചെയ്തു. അപ്പോൾ ഇവിടെ വിഡ്രോ ഒന്നും ചെയ്തിട്ടില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ബാക്ക് അടിക്കാം. ഗോൾസ് സെറ്റ് ചെയ്യാനായിട്ടാണ് ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. എന്നാൽ ഞാനും അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്കൊരു 5 വർഷം കൊണ്ട് 1 കോടി ആക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഗോൾസുകൾ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആഡ് ഗോൾ നമുക്ക് സെറ്റ് ചെയ്യാം. വെൽത്ത് ക്രിയേഷൻ, എമർജൻസി ഫണ്ട്, ടാക്സ് സേവിങ്, വെക്കേഷൻ, പ്രോപ്പർട്ടി വാങ്ങാനായിട്ട്, കാറ് വാങ്ങാനായിട്ട്, കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, പിന്നെ കുട്ടിയുടെ മാരേജിന് വേണ്ടിയിട്ട്, റിട്ടയർമെൻറ്റ് വേണ്ടിയിട്ട്, പിന്നെ മറ്റ് ഗോൾ ഉണ്ടെങ്കിൽ അത് കസ്റ്റം ചെയ്തിട്ട് നമുക്കിവിടെ ഗോള് സെറ്റ് ചെയ്യാം. അതിൻ്റെ പേര്, കാര്യങ്ങൾ, പ്രിയോറിറ്റി ഇതെല്ലാം കൊടുത്തിട്ട് ഗോള് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ വെൽത്ത് ക്രിയേഷൻ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് കൊടുത്താൽ മതി. ഡേറ്റുകൾ, ഗോളിൻ്റെ ടൈറ്റിൽ ഇതെല്ലാം കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഒരെണ്ണം മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. 1 CR 5 വർഷം കൊണ്ടാക്കുക എന്നുള്ള ഒരിത്. അതിപ്പോൾ ഏതാണ്ട് ഒരു 11.2% ഗ്രോത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രോഗ്രസ് 26% ഉണ്ട്. കുറേ ഫണ്ടുകൾ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ കുറേ എണ്ണം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, കുറേ എണ്ണം ആഡ് ചെയ്തിട്ടില്ല. എന്തായാലും 3-1 ലക്ഷത്തിൽ എത്തി നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി ഉള്ള പീരീഡ് 4 വർഷവും 4 മാസവും ഇനി ഉണ്ട് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ. ഇപ്പോൾ കാൽക്കുലേറ്ററിൽ നമുക്ക് ഒരുപാട് കാൽക്കുലേറ്റേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. ലംസമുണ്ട്, റെഗുലർ ഇൻകം, SIP, SWP, ഗോൾ സെറ്റിങ്, റിട്ടയർമെൻറ്റ് ഫണ്ട്, എഡ്യൂക്കേഷൻ, EMI, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഇൻഫ്ലേഷൻ, അങ്ങനെ ഒരുപാട് കാൽക്കുലേറ്റേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പോർട്ട്ഫോളിയോ റിപ്പോർട്ട്, ഫാമിലി റിപ്പോർട്ട്, ക്യാപിറ്റൽ ഗെയിൻ റിപ്പോർട്ട്, CAS, CIS കൺസോളിഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, ELSS സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ടാക്സ് ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ എല്ലാം നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ ഒരു ഫണ്ട് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ആഡ് ചെയ്യാം. വേറെ ഫണ്ട് ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ആഡ് ഫണ്ട് കൊടുത്ത് ഇവിടെ ഏത് ഫണ്ടാണോ ആഡ് ചെയ്യേണ്ടത് അതിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വാച്ച് ലിസ്റ്റിലേക്ക് നമുക്ക് ഫണ്ടുകൾ, ഒന്നിൽ കൂടുതൽ ഫണ്ടുകൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏതാണ്ട് എല്ലാ ഓപ്ഷൻസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ചെയ്യാവുന്നതാണ്. അതുപോലെ അസറ്റ് പ്ലസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ അക്കൗണ്ട് എടുക്കുക, എന്നിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് അതിനനുയോജ്യമായിട്ടുള്ള ഫണ്ടുകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Mutual fund investments are subject to market risks. Read all scheme-related documents carefully before investing. Past performance is not indicative of future performance.